ഹലോ, വീക്കെൻഡ് നമുക്ക് എങ്ങോട്ടേലും യാത്ര പോകണം അല്ലേ? അങ്ങനെ കുക്കുവിൽ നിന്ന് ഞങ്ങളൊരു ബർഗർ വാങ്ങി ഇന്ന് പോയത് ഖന്താബ് ബീച്ചിലേക്കാണ്. കുന്നുകൾക്കിടയിലൂടെയുള്ളൊരു യാത്രയാണ് കേട്ടോ. മസ്കറ്റിൽ നിന്ന് ഏതാണ്ട് ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് നമുക്ക് അവിടെ എത്താൻ സാധിക്കും. ഞങ്ങൾ ഒരു 4:30 കൂടി അവിടെ എത്തിയത്. അവിടെ ചെന്നപാടെ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഉള്ള തിരക്കിലായിരുന്നു ഞങ്ങൾ. അത്രയ്ക്ക് മനോഹരമായിരുന്നു ആ ബീച്ച്. നിറയെ പെബിൾസ് ഉള്ള അതിമനോഹരമായ ഒരു ബീച്ച്. അവിടെ ബോട്ട് സർവീസിങ്ങും എല്ലാം ഉണ്ട്. ബോട്ട് സർവീസിങ് നടത്തുന്ന ആളുകളോട് ബാർഗെയിൻ ചെയ്ത് നമ്മുടെ ചേട്ടന്മാർ 10 റിയാലിന് ബോട്ട് സർവീസ് സെറ്റാക്കി. അങ്ങനെ അടുത്ത യാത്ര ബോട്ടിൽ. ഒന്നും പറയേണ്ട, നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു മിനി മാലദ്വീപ്സ് എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ കടലിൻ്റെയും മലനിരകളുടെയും ഇടയിലൂടെയുള്ളൊരു യാത്ര. കപ്പിൾസിന് താമസിക്കാനുള്ള ബീച്ച് വ്യൂ റൂംസും എല്ലാം ഇവിടെയുണ്ട്. സേഫ്റ്റി ജാക്കറ്റ് ഇട്ടാണ് നമ്മൾ പോകുന്നതെങ്കിലും ബോട്ടിൽ നല്ല മുറുക്ക പിടിച്ചിരുന്നോണം. അതിശക്തമായ തിരമാല വരുമ്പോൾ ബോട്ട് നന്നായിട്ട് ഉലയുന്നുണ്ട്. നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാനും സ്വിമ്മിങ് നടത്താനും എല്ലാ സൗകര്യവും ഇവിടെയുണ്ട്. 10 റിയാലിന് 30 മിനിറ്റ് നമുക്ക് ബോട്ടിൽ യാത്ര ചെയ്യാം. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞു പോയതുപോലും ഞങ്ങൾ അറിഞ്ഞില്ല. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ സൺസെറ്റ് കാണാൻ വേണ്ടി ഒരു കുന്നിൻ്റെ മുകളിലേക്ക് കയറി. എൻ്റെ പൊന്നെ, ഒന്നും പറയണ്ട, കയറാൻ ഇത്തിരി പ്രയാസമാണ് കേട്ടോ. ഇത്തിരി പ്രയാസപ്പെട്ടെങ്കിലും കുന്നിൻ്റെ മുകളിലുള്ള കാഴ്ച അത് അതിമനോഹരം തന്നെ. നമ്മൾ പോയ ആ ഏരിയ ഫുള്ള് ഒരൊറ്റ സ്ട്രെച്ചിൽ നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾ ആ കാഴ്ചകളെല്ലാം കണ്ട് തിരികെ ഇറങ്ങി. എല്ലാവർക്കും നല്ല ക്ഷീണമായിരുന്നു. ഒരു കോഫി ആയാലോ? റൂവിലുള്ള ഒരു മലയാളീസിൻ്റെ കോഫി ഷോപ്പിൽ പോയി നമ്മുടെ നാടിൻ്റെ രുചി ഓർമ്മിപ്പിക്കുന്ന തരം എല്ലാ പലഹാരങ്ങളും ഇവിടെയുണ്ട്. ഷുഗർ കെയിൻ ജ്യൂസാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. അങ്ങനെ അവിടെ നിന്ന് ഷുഗർ കെയിൻ ജ്യൂസും കുടിച്ച് കോഫിയും കുടിച്ച് ഞങ്ങൾ തിരികെ വീട്ടിലേക്ക്. അങ്ങനെ ഇന്നത്തെ യാത്ര ഇവിടെ തീർന്നു.